ഇല്ലാത്തവർക്ക് ഈ ബിസിനസ് ഒരിക്കലും ഡ്രീം മാത്രം പോരാ, ഡ്രീമിനെ ഗോളാക്കണം. അത് നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് കമ്മിറ്റ് ചെയ്യണം, നിങ്ങളുടെ സ്വപ്നങ്ങളോട് കമ്മിറ്റ്മെന്റ് കാണിക്കണം. ക്ലിയർ ആണോ? അതാണ് ഈ 5 കാര്യങ്ങൾ. ഇനി വേണ്ടത് തീർച്ചയായിട്ടും ഈ ബിസിനസ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് വേണം. ഉണ്ടോ? ഹലോ, ഉണ്ടോ? വെറുതെ എന്നെ സൗകര്യത്തിക്കരുത്. നിങ്ങളോട് തന്നെ ചോദിക്കാൻ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ നമ്പർ 150 മുകളിലുള്ളവർ മാത്രം കൈകൂട്ടി. 150 പേരുടെയും മുകളിൽ പേര് എഴുതിയവർ മാത്രം ആത്മാർത്ഥത്തോടെ ദൈവമൊക്കെ എന്നെ സന്തോഷിപ്പിക്കണ്ട. മനസ്സിലായോ എന്താന്ന്? നിങ്ങളുടെ 500 പേരുടെ മൊബൈൽ ഫോൺ ആയിരിക്കുന്നു, അല്ലെങ്കിൽ 5000 പേരുടെ പേരുള്ള മൊബൈൽ ആയിരിക്കുന്നു. നിങ്ങളുടെ കോൺഫിഡൻസ് എന്താണെന്ന് അറിയോ? എനിക്ക് അങ്ങനെ ലിസ്റ്റ് ഒന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല. എൻ്റെ ഫോണിലുണ്ടല്ലോ വർക്ക് ചെയ്യും. ഫോൺ വർക്ക് ചെയ്യും, പക്ഷേ ഈ ബിസിനസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതി ഉണ്ടാക്കണം. ക്ലിയർ ആണോ? എന്താ വ്യത്യാസം മനസ്സിലായോ? ഈ ഫോണിൽ എഴുതാൻ പോരെ, എന്തിനാ ലിസ്റ്റ് ബുക്കിൽ തന്നെ എഴുതണമെന്ന് വാശി പിടിക്കുന്നത്? ആരെങ്കിലും പറയാത്തത് സഹകരണമില്ലല്ലോ. സത്യത്തിൽ എല്ലാവരും വളരെ കറക്റ്റാണ്. തിരുവനന്തപുരത്തിരിക്കണം, ഞാൻ വിശ്വസിക്കുന്നു. തിരുവനന്തപുരം സഹകരണമുള്ളവരാണ് എല്ലാവരും. ലിസ്റ്റ് എഴുതണമെന്ന് പറയുന്നതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? എന്തെങ്കിലും പറഞ്ഞു പൊട്ടത്തര എഴുതണമെന്നേ. എന്തുകൊണ്ടാ സാറേ? എന്തുകൊണ്ടാണ് പറയുക? എന്റെ മൊബൈലുണ്ടല്ലോ, എന്റെ ഫോർമയിലുണ്ടല്ലോ. ഒറ്റ എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. ഞാനിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നല്ലോ. ഹലോ, ഞാൻ എന്റെ ടീം പ്ലേയേഴ്സിന് എല്ലാവർക്കും ഒരു മെസ്സേജ് ചോദിച്ചു, നിലവിൽ കിട്ടിയെന്ന് ചോദിച്ചേ. ഞാൻ നാളെ തിരുവനന്തപുരത്തുണ്ട്, നിങ്ങളുടെ തിരുവനന്തപുരത്തുള്ള കോൺടാക്റ്റുകൾ എടുത്ത് എനിക്ക് അറിയിക്കുക. ഹലോ, മൊബൈൽ എഴുതാൻ തിരുവനന്തപുരം അല്ല, ലിസ്റ്റ് എടുത്തിട്ട് തിരുവനന്തപുരം കണ്ടുപിടിക്കും. ക്ലിയർ ആണോ? തലശ്ശേരി ഒരു പ്രോഗ്രാം നടക്കുന്നു, ഉടനെ നമ്മൾ പറയുന്നത് തലശ്ശേരി ഇന്നൊരു മീറ്റിംഗ് നടക്കുന്നു, നിങ്ങളുടെ തലശ്ശേരി ഉണ്ടാക്കി ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ പ്ലേസ് എന്ന് പറഞ്ഞൊരു കോളമുണ്ട്. ക്ലിയർ ആണോ? ആ പ്ലേസ് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്പം തന്നെ പറയാൻ പറ്റും എന്നാണ് കിട്ടിയത്. ഇതെല്ലാം ലിസ്റ്റ് ഉണ്ടാക്കിയാലേ നടക്കുകയുള്ളൂ. ക്ലിയർ ആണോ? നിങ്ങൾ എത്ര അഡ്വാൻസ് ആയിക്കോട്ടെ, നിങ്ങൾ എത്ര ഭയങ്കര കമ്പനായിക്കോട്ടെ, പക്ഷെ പ്രിന്റഡ് ലിസ്റ്റ് എഴുതി ഉണ്ടാക്കിയ ലിസ്റ്റ് കൈകൊണ്ട് എഴുതി ഉണ്ടാക്കണം. ദയവ് ചെയ്ത് ടൈപ്പ്റൈറ്റ് ചെയ്ത് കൈകൊണ്ട് എഴുതി ഉണ്ടാക്കി പറ്റുമെങ്കിൽ പലതരത്തിലുള്ള പേനകൾ ഉപയോഗിച്ചു എന്ത് വേണം ചെയ്തു. ഭംഗി കൂട്ടും, മോടി കൂട്ടും. അങ്ങനെ ആ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. ആ ലിസ്റ്റ് എടുത്തിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി. ക്ലിയർ ആണോ? കാരണം എന്റെ ലിസ്റ്റിനകത്ത് 330 പേരുണ്ടായിരുന്നു, ഇന്ന് അത് 800 പേര്. ഞാൻ വിലപ്പെടുത്തി കൂട്ടിക്കൊണ്ടിരിക്കും. എന്റെ കയ്യിൽ ബിസിനസ് കാർഡ് ഉണ്ട്. മുമ്പ് ഒരു പേപ്പറായിരുന്നു കൊണ്ടുനടക്കാം. ബിസിനസ് കാർഡ് വെച്ച് നേടിയിട്ട് അവരുടെ നമ്പർ എത്രയും പെട്ടെന്ന് ഞാൻ കളക്ട് ചെയ്യും. ഞാൻ കൊടുക്കാതെ അവരുടെ ചോദിക്കാൻ പറ്റില്ല. ക്ലിയർ ആണോ? പണ്ട് ഞാൻ മൊബൈലിൽ ബുക്കും പേരിട്ടുണ്ടോ എറണാകുളത്താണോ? അല്ല, ഞാൻ തിരുവനന്തപുരം. ഇതേപോലത്തെ ഒരു പേര് ലക്ഷ്മി എന്നല്ല. അല്ല, എൻ്റെ ഒരു രാജ്യം. ആ ശരി, രാജ്യം എന്താ ചെയ്യുന്നത്? ക്ലിയർ ആണോ? പെണ്ണാകുമ്പോൾ ഇച്ചിരി സൂക്ഷിച്ചോണം. പക്ഷെ ആണുങ്ങളാണെങ്കിൽ നമുക്ക് യാതൊരു പ്രയാസമില്ല. ക്ലിയർ ആണോ? അല്ലേ? തീരെ പരിചയപ്പെടുന്നേ. ഹലോ, എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും അവരുടെ നോക്കുന്നില്ല. രാജി അങ്ങനെ ചിരിച്ചു പോയാൽ രാജിക്ക് വേണ്ടിയിട്ടായിരിക്കും എന്റെ സമയം കമ്മിറ്റ് ചെയ്യാൻ മതി. യെസ് ഓർ നോ? സോ ഞാൻ അങ്ങോട്ട് കൊടുക്കുക, ഞാൻ ഇങ്ങോട്ട് എടുക്കുമല്ലോ. നിങ്ങളുടെ പേടി എന്ത്? മറ്റേ എടുക്കുമെന്നാണ്, കൊടുക്കുന്നില്ല. യെസ് ഓർ നോ? ടൈം, ടാലന്റ്, എക്സ്പെർട്ട് എല്ലാം കൊടുക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ലിസ്റ്റ് ഉണ്ടാവണം. ഉണ്ടാക്കുമോ? ഉണ്ടാക്കുന്നുള്ളവർ മാത്രം കൈകൊടുക്കും. ഉണ്ടാക്കുന്നുള്ളവർ മാത്രം. എന്നത്തേക്കാണാവും അത് പറഞ്ഞു. ഈ വർഷം കഴിയുന്നതിന് എന്തായാലും ഇങ്ങനെയാണോ? ദയവ് ചെയ്ത് നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കി അതിനുശേഷം നിങ്ങൾ വരുന്ന മാറ്റങ്ങളുള്ളത്. പോയി അത് അതിന്റെ ഒരാഴ്ചയുണ്ട്. നല്ല ടിക്ക് മാർക്ക് പുതിയത് ആഡ് ചെയ്യണം. ഇറ്റ് ഷുഡ് ബി എവർ ഇൻക്രീസിംഗ് ലിസ്റ്റ് എന്നാണ് പറയുന്നത്. ഹലോ, ലിസ്റ്റ് ഒരിക്കൽ ഉണ്ടാക്കി സീൽ ചെയ്യാനുള്ളതല്ല കേട്ടോ. ക്ലിയർ ആണോ? 157 എന്നിട്ട് പിന്നെ ഒരു 5 എണ്ണം എഴുതിയിട്ടുണ്ട്. 158, 159. അവിടേക്ക് ആളെ എഴുതാനുള്ള എപ്പോഴാണ്? അടുത്ത ട്രെയിനിനകത്ത് പോകുമ്പോൾ, അടുത്ത ബസ്സിനകത്ത്, ഞാൻ വീട്ടിൽ പോകുമ്പോൾ. ക്ലിയർ ആണോ? രാഘവന്നല്ലേ ഇത്? അല്ലല്ല, ശരി, ഞാൻ എനിക്ക് പരിചയമുള്ളതുകൊണ്ട് രാഘവ ഉടനെ തുടങ്ങിയൊക്കെ പരിപാടി നമുക്ക് നഷ്ടം. ക്ലിയർ ആണോ? അല്ലേ? ഇപ്പൊ പ്രത്യേകിച്ച് എന്റെ പ്രായത്തിൽ കൊച്ചു പ്രയാസം കാരണം ഓർമ്മ നിൽക്കുന്നില്ല. മോനെ എനിക്ക് കണ്ടായിട്ട് ഓർമ്മയുണ്ടോ? അവരെന്തെങ്കിലും തോന്നും. ഹലോ, ക്ലിയർ ആണോ? ചുമ്മാ അതിന് പരിചയപ്പെടും. നമുക്ക് നഷ്ടം. പ്ലാൻ ആണെങ്കിൽ നിന്നേക്കരുത്. ഇപ്പൊ പ്ലാൻ പറയാമെന്ന് പറഞ്ഞല്ല, അവരുടെ പ്രോസ്പെക്ട് ചെയ്ത് ലിസ്റ്റ് കയ്യിലെടുക്കുക. പിന്നീട് വിളിച്ചു പറയുക. എന്തോരം മെത്തേഡ് ഉണ്ട് നിങ്ങൾക്കറിയാം. രാത്രി 9 മണിക്ക് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, 15 മിനിറ്റ് മാത്രമുള്ള ഒരു അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? പ്രോസ്പെക്ടിങ് ടെക്നിക്ക് പല മെത്തേഡ്. പക്ഷെ ലിസ്റ്റ് ഉണ്ടാവണം. ഉണ്ടാകുമല്ലോ? ലിസ്റ്റ് ഇസ് മസ്റ്റ്. ലിസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം ഇല്ല എന്നുള്ളതാണ് അർത്ഥം. ക്ലിയർ ആണോ? ലിസ്റ്റിന്റെ സൈസ് കൂടിയാൽ ഡ്രീം എളുപ്പം ഫുൾഫിൽ ചെയ്യും. ഹലോ, നിങ്ങൾ എഴുതി വെച്ചേക്കുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ കൂടുതൽ സമയം എടുക്കാതിരിക്കാൻ ഏക മാർഗം ലിസ്റ്റിന്റെ വലിപ്പം കൂട്ടുക. ക്ലിയർ ആണോ? അല്ലേ? ലിസ്റ്റിന്റെ വലിപ്പം കുറഞ്ഞാൽ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമുള്ള സമയം കൂടുതൽ എടുക്കുക. ഏതാ വേണ്ട?
സമയം നിങ്ങൾക്ക് എത്ര കുറവ് സമയം കൊണ്ട് നേടാൻ പറ്റും അത്രയും നിങ്ങൾക്ക് സക്സസ് ആണ്. യെസ് ഓർ നോ? നിങ്ങളുടെ വീട്ടിൽ കുറച്ച് പേരുണ്ടോ നിങ്ങളുടെ ഈ പോക്കുവരവ് നോക്കിയിരിക്കുന്നുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ആ കൊച്ചൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന സീനൊന്നും ആലോചിക്കും. കുറെ നാളെ കഷ്ടത്തിൽ ബാഗ് എടുത്തിട്ട് ഇറങ്ങാം. എന്താ വ്യക്തിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കാണിക്കൂ. ശരിയാണോ അല്ലേ? ഹലോ, ഭർത്താവിനോട് ഭാര്യയോട് ഭർത്താവ് എന്തൊക്കെ കള്ളത്തരം പറഞ്ഞായിരിക്കും പോകുന്നത്. എത്ര കാലം നടക്കുക? എന്തെങ്കിലും ഒന്ന് നേടി കൊടുക്കും, എന്തെങ്കിലും അവർക്കൊന്ന് കാണിച്ചു കൊടുക്കും. അതിന്റെ സമയത്തിലേക്ക് നിങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ച് എനിക്ക് ഇപ്പോഴും പേടിക്കുന്നത് ഭാര്യ എന്തിനാ വെറുതെ ഞാൻ വലിയ സിംഹം എന്ന് പറഞ്ഞു അവിടെ തന്നെ ഞാൻ പിന്നെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ബിസിനസ്സിനകത്ത് എന്തെങ്കിലും നേടിയെന്നുണ്ടെങ്കിൽ എന്റെ പെണ്ണുപിള്ളെ പേടിച്ചിട്ട്. കാരണം അവർക്ക് എന്റെ വരുമാനം അറിയാം, എന്റെ കഴിവ് അറിയാം, എന്റെ കപ്പാസിറ്റി അറിയാം. എല്ലാ ദിവസവും കണ്ടവന്റെ വീട്ടിൽ പോയി നോയും കേട്ട് നെഗറ്റീവും കേട്ട് വീട്ടിൽ വന്ന് കിട്ടിയിരിക്കുന്ന ഭർത്താവിനെ കുറെ ആളായിട്ട് കാണാറുണ്ട്. എന്തെങ്കിലും എന്റെ മനുഷ്യ. സോ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ബിസിനസ് ചെയ്തത്. ക്ലിയർ ആണോ? ഇന്ന് എനിക്ക് ധൈര്യസമയം ഇറങ്ങിയാണല്ലോ, ഒരിക്കലും പറയില്ല. അല്ലെങ്കിൽ പേടിക്കണം, 12 കള്ള് കിട്ടുന്ന ആളാണ്. ക്ലിയർ ആണല്ലേ? ക്ലിയർ ആണോ? സോ ഇന്ന് മദ്യത്തേക്കാൾ ലഹരിയുള്ള ഒരു വസ്തുവാണ് ഈ ബിസിനസ്. മനസ്സിലായപ്പോൾ പേടിയില്ല. ഓക്കെ, റൈറ്റ്. അപ്പൊ അതുകൊണ്ട് ലിസ്റ്റ് ഉണ്ടാക്കണം. ഉണ്ടാക്കുമോ? ഓക്കെ. ദെൻ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് കോൾഡ് ഇൻവിറ്റേഷൻ. അടുത്തത് നമുക്ക് അപ്പൊ എന്തൊക്കെയായി? ഒന്ന് ഡ്രീമിനെ ഗോൾ ആക്കണം. അത് കഴിഞ്ഞ് കമ്മിറ്റ്മെന്റ്, സെൽഫ് കമ്മിറ്റ്മെന്റ് കാണിക്കണം. അതിനകത്ത് പ്രൊഡക്ട്സ് മാത്രം പോരാ, ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റൻഡിങ് ഫംഗ്ഷൻസ്, ട്രെയിനിങ്സ്, മീറ്റിംഗ്സ്, ബുക്സ്, ടേപ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ലിസ്റ്റ് വന്നു. ലിസ്റ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈസ് കോൾഡ് ഇൻവിറ്റേഷൻ. ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പർച്യൂണിറ്റി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ സമയവും സൗകര്യം അനുസരിച്ചിട്ട് വേണം ഈ ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ക്ലിയർ ആണോ? റൈറ്റ്. പലതരത്തിലുള്ള ഇൻവിറ്റേഷൻ ടെക്നിക് ഉണ്ട്. സ്ക്രിപ്റ്റ് ഉണ്ട്, ക്വാളിഫയിങ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. ഇപ്പൊ അതിനേക്കാൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആണ് രാത്രി 9 മണിക്ക് നമ്മൾ 15 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പ്രോഗ്രാം ഇവോൾവ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആ സീപ്പിലെല്ലാം ഉണ്ടോ? സീപ്പില്ലതും നന്നായി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് പ്രോസ്പെക്ഷൻ ആണെങ്കിലും അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യും. 15 മിനിറ്റ് ഓടുന്നുള്ളതുകൊണ്ട് ചാടി പോകില്ല, പോകാൻ സമയം കിട്ടില്ല. അതിന് മുമ്പ് നമ്മൾ തീർന്നു. ക്ലിയർ ആണോ? അത് കഴിഞ്ഞിട്ട് പ്ലാൻ കാണിക്കാം. ക്ലിയർ ആണോ? നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഇന്ന് കാണിക്കാം, വണ്ണം കാണിക്കാം, അല്ലെങ്കിൽ വീക്കിലി നടന്ന ഗ്ലോബൽ സീവ് അറ്റൻഡ് ചെയ്യിക്കാം, അല്ലെങ്കിൽ വീക്കിലി നിങ്ങളുടെ സിറ്റിയിൽ നടക്കുന്ന മീറ്റിംഗ് അറ്റൻഡ് ചെയ്യിക്കാം. പക്ഷേ അവരെ ഇൻവൈറ്റ് ചെയ്യുന്നത് പ്രൊഫഷണൽ ആയിരിക്കണം. ഞാനൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ടോ, നീ വരുന്നു. ഞാനൊരു കൊച്ചു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ചിലർ ഞങ്ങൾ താഴും, കൊച്ചു നല്ല കൊച്ചു. നിങ്ങൾ എന്തിനെ പറ്റി പറയുന്നത്? 3000 കോടി ടേൺ ഓവറുള്ള 9 രാജ്യത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന 400-ലധികം പ്രൊഡക്റ്റുള്ള വെൽനസിന്റെ ഏറ്റവും വലിയ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ടർ കമ്പനിയെ പറ്റി നിങ്ങൾ പറയുന്നത് എന്ത്? നിങ്ങളുടെ ഈ കൊച്ചെന്ന് പറയുമ്പോൾ പറയാൻ ആലോചിക്കുന്നതായിരിക്കും. നിങ്ങളെ പറ്റി പുച്ഛോളം ഉണ്ടാവുന്നത്. ക്ലിയർ ആണോ? ഐ ആം വെരി സീരിയസ്ലി കണക്റ്റഡ് വിത്ത് ദ പ്രൊജക്ട്. പറയാനുള്ള ചങ്കുറ്റും പഠിക്കാതെ നിങ്ങൾ എന്താ ഇതിനകത്ത്, ഞാൻ എന്താ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഹലോ, സമയം. എനിക്ക് ഏറ്റവും വിലമതിക്കുള്ള സാധനത്തിൽ വേറെന്തോ സമയം. അത് കണ്ടവന് വേണ്ടിയാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത്. ക്ലിയർ ആണോ അല്ലേ? എന്റെ ഇന്ന് പൈസ നഷ്ടപ്പെടാൻ നാളെ മറ്റന്നാളെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കും. പക്ഷെ ഇപ്പൊ നഷ്ടപ്പെട്ട ഈ സമയം ഇന്നത്തെ ദീപാവലി എനിക്ക് അപ്പൊ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയമാണെങ്കിൽ അത് അർഹിക്കുന്നവർക്ക് കൊടുക്കണം. കണ്ട അവന്റെ വലിയ കുറെ നടന്ന് കുറെ നാൾ കഴിഞ്ഞ ശേഷം അവർ പൊടി തെറ്റിട്ട് ഒരു പോക്കൂ ഞാനോ നോക്കിയിരിക്കോ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ നമുക്ക് നഷ്ടം എന്നറിയാം. അനാവശ്യമായിട്ട് ആവശ്യമില്ലാത്ത ആളുകളുടെ പുറകെ നടന്ന് അതിനെ ഞാൻ വീണ്ടും കടമെടുക്കുന്നു. നമ്മുടെ ഗ്രേറ്റ് അപ്ലൈൻ ആയിട്ടുള്ള SP ബാലൻ സാറിനെ ഗതേക്കോ കവി ഗോളാമപ്പനാണ് കഴുതെ പിടിച്ച് കുളിപ്പിച്ച് എന്തെങ്കിലും കുതിരയാവുന്ന പറഞ്ഞ് കഴുതെ കുളിപ്പിച്ചോണ്ടിരിക്കുന്നു. കമയിട്ട് കുളിപ്പിച്ചു, പെർഫ്യൂം അടിച്ചു, പക്ഷെ കഴുതയാ. ക്ലിയർ ആണോ അല്ലേ? ദേവി ചെയ്ത് കുതിരയും കഴുതും തിരിച്ച 2-4 കാലം ഒരു വാലും ഒക്കെയാണ്. പക്ഷെ ഒന്ന് തിരിച്ചറിയാൻ നോക്കും. കുറച്ചാൾ കൂടെ നടക്കുമ്പോഴേക്കും മനസ്സിലാവും ഇത് തൊഴിക്കുന്നുണ്ടോ. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സമയമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റൈറ്റ് ആൾക്കാരോടൊപ്പം ഇൻവെസ്റ്റ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ യു ആർ ഗോയിങ് സ്റ്റുപ്പിഡ്. ക്ലിയർ ആണോ? നഷ്ടപ്പെടുന്ന സമയം തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ഇൻവൈറ്റ് ചെയ്യും, സ്ട്രോങ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്യും. വന്നില്ലെങ്കിൽ എന്താ പ്രശ്നം? ഹലോ, അല്ലെങ്കിൽ തന്നെ നിങ്ങളോടൊപ്പം വന്നവരല്ല ഇന്ന് ബിസിനസ്സിലുണ്ടോ? അതിനെന്നെ കുഴപ്പം. അപ്പം വരുന്നത് നല്ലതായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ഇൻവൈറ്റ് ചെയ്യാനുള്ള ഗട്സ് കാണിക്കണം. ചങ്ക് അഹങ്കാരം അല്ലാട്ടോ, അതല്ല. സിമ്പിൾ ഹമ്പിൾ ആയിട്ട് പക്ഷെ പറയുമ്പോൾ സ്ട്രോങ് വേർഡ്സ് ഉപയോഗിക്കണം. ഐ എം വെരി സീരിയസ്ലി കണക്റ്റഡ് വിത്ത് ദ പ്രൊജക്ട്. ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഒരു പ്രൊജക്റ്റ് കണക്ട് ചെയ്തു. വെൽനസിനെ പറ്റി അറിയുമോ? വെൽനസ് എന്ന് പറഞ്ഞൊരു വരാവുന്ന $1 ട്രില്യൺ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റാണ്. ഇനി ഞാനെന്ത് ചെയ്യണം? അല്ല, ഞാനൊന്നും അല്ല, എനിക്ക് നിന്നെ പറ്റി ഓർമ്മ വന്നു. ഒരു പക്ഷേ നിനക്ക് ഇത് ഗുണം ചെയ്യുമെന്ന് തോന്നുന്നു. ഇന്ന് വൈകുന്നേരം രാത്രി 9 മണിക്ക് നമ്മളൊരു അതിൻ്റെ ഒരു ഇൻട്രോ കൊടുക്കുന്നു. ഒരു 15 മിനിറ്റ് കയറാൻ ഞാൻ ലിങ്ക് അയച്ചിട്ട്. ക്ലിയർ ആണോ? കേറട്ടെ.
കയറുന്നില്ലെങ്കിൽ വേണ്ട. 3-4 പ്രാവശ്യം ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി കരുതാം, വെറുതെ എന്നെ പഠിപ്പിക്കാൻ നോക്കും. കുതിരകളെ കണ്ടുപിടിക്കാൻ നോക്കും, ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്ത് ചെയ്യും? 15 പേരുടെ പേരുണ്ട്, ആ ലിസ്റ്റ് വെച്ചുകൊണ്ടാണ് ഈ കളിക്കുന്നത്. അതാണ് ഈ പ്രശ്നം. ക്ലിയർ ആണോ? ലിസ്റ്റിൽ ആണില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാത്തിനും കോംപ്രമൈസ് ചെയ്യും. ലിസ്റ്റിൽ ആണുണ്ടെങ്കിൽ ആ പറമ്പിൽ നിങ്ങൾക്ക് എത്ര പേര് വേണം ഈ ബിസിനസ് സക്സസ് ആവാൻ? 1 2 3 8 പേര് വേണ്ട. 6 ഞാൻ ഒപ്പിച്ചേക്കാം. 6 കൊണ്ട് ഒപ്പിച്ചേക്കാം. നല്ല 6 എണ്ണം കൊടുത്താണോ 8 വേണം. ക്ലിയർ ആണോ? പക്ഷെ നല്ലതെന്ന് പറഞ്ഞാൽ കണ്ടാൽ കാണാൻ സുന്ദരനും സുമുഖിയും സൽസ്വഭാവിയും വിദ്യാസമ്പന്നനും അതൊന്നും അല്ല. നീടുള്ളവരായിരിക്കണം, ആവശ്യക്കാരായിരിക്കണം. അല്ലാതെ ഒന്നിനെ കൊണ്ടൊന്നും കാര്യമില്ല. സിവിൽ സർവീസിൽ ഒരാളെ പഠിക്കുന്ന വല്ല കാര്യമുണ്ടോ? എന്നാൽ IAS ഓഫീസർ ഇതിനകത്ത് സക്സസ് ആയിട്ടുണ്ട്. പക്ഷെ എല്ലാ IAS ഓഫീസറും സക്സസ് ആയിട്ടുണ്ട്. ഓട്ടോറിക്ഷക്കാരൻ ഡ്രൈവർ സക്സസ് ആയിട്ടുണ്ട്, മീൻ കച്ചവടക്കാരൻ സക്സസ് ആയിട്ടുണ്ട്, എയറോനോട്ടിക്കൽ സക്സസ് ആയിട്ടുണ്ട്. പക്ഷെ എല്ലാ എയറോനോട്ടിക്കൽ സക്സസ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് 6 പേരെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നമുക്ക് 6 നല്ല ആൾക്കാരെ കിട്ടണമെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്യണം. ക്ലിയർ ആണോ? ഹലോ, ഞാൻ ഇൻവിറ്റേഷൻ ടെക്നിക്കിലേക്ക് കൂടുതൽ പോകുന്നില്ല. Then comes the next point is called show the plan. STP. STP എന്ന് പറഞ്ഞാൽ അതിന് 2 അർത്ഥമുണ്ട്. STP ഒന്നുകിൽ show the plan അല്ലെങ്കിൽ sell the product.